വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിജിൻ, ഇത് രണ്ട് സമസ്തയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ സമയമാറ്റത്തെ, ഈ നിലവിലുള്ള സമയമാറ്റം തുടരരുത് എന്നുള്ളത്. അതായത് ഈ അരമണിക്കൂർ അവരുടെ മദ്രസാ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, മാനസികമായി കുട്ടികളെ പിന്നോട്ട് നയിക്കുന്ന ഒരു തീരുമാനമാണ് എന്നും കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് വിദ്യാഭ്യാസ വകുപ്പ് ഇതേക്കുറിച്ച് ആലോചിക്കുന്നത്? എന്തെങ്കിലും മാറ്റം അവർ ആലോചിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ആവശ്യത്തെ പൂർണ്ണമായും നിരാകരിക്കുകയാണോ ചെയ്യുന്നത്? നൗഫൽ, എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെയുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിയും അതേ സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. മദ്രസാ പഠനത്തിന്റെ സമയം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനമായും സമസ്തയുടെ ഇരുവിഭാഗങ്ങളും മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. 220 പ്രവൃത്തി ദിവസങ്ങളും ഒപ്പം തന്നെ 1100 പ്രവൃത്തി സമയങ്ങളും അവറുകളും വേണം എന്നുള്ളതാണ് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഹൈക്കോടതി വിധിയിൽ പറയുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിന്നോട്ട് പോവുക എന്നത് അപ്രായോഗികമാണ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ സമയക്രമത്തിലെ മാറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് പറയാതെ പറയുന്നത് പല സ്കൂളുകളും, അതായത് മാനേജ്മെന്റ് സ്കൂളുകൾ ഉൾപ്പെടെ പലതരത്തിലുള്ള സമുദായ സംഘടനകൾ നടത്തുന്ന സ്കൂളുകളും ഏതൊക്കെ സമയത്ത് ഈ പ്രവൃത്തി ദിനങ്ങൾ ആരംഭിക്കുന്നു എന്നതിൻ്റെ ഒരു കണക്കെടുത്താൽ തന്നെ ഇപ്പോൾ വരുന്ന അഭിപ്രായങ്ങൾ അത് ഒരു കൃത്യമായതല്ല എന്ന് വ്യക്തമാക്കും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. കാരണം 8:30 ആരംഭിക്കുന്ന സ്കൂളുകളുണ്ട്, KV ഉൾപ്പെടെയുള്ള സ്കൂളുകൾ നേരത്തെ തന്നെ തുടങ്ങുന്നവയുണ്ട്. ഒപ്പം തന്നെ പല മാനേജ്മെന്റ് സ്കൂളുകളിലും ഇങ്ങനെ നേരത്തെ പ്രവൃത്തി ദിനങ്ങൾ ആരംഭിക്കുന്ന സ്കൂളുകൾ പലതുമുണ്ട്. അത് മാനേജ്മെന്റ് സ്കൂളുകളും അൺഎയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്കൂളുകളും. അതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ നേരത്തെ തുടങ്ങുന്ന സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:30 തുടങ്ങിക്കഴിഞ്ഞാൽ അവർ 3 മണിക്ക് അവസാനിപ്പിക്കും. ടോട്ടൽ സമയം എടുക്കുമ്പോൾ ഈ പറയുന്ന സമയം ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ടല്ലേ നേരത്തെ തുടങ്ങുന്നത്. അത് ഒരുപക്ഷെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയായിരിക്കാം, മറ്റ് പല സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അങ്ങനെ സമയക്രമത്തിൽ മാറ്റം വരുന്നത്. ഈ ടോട്ടൽ മണിക്കൂറിൻ്റെ കാര്യത്തിൽ അപ്പോഴും ഈ പഴയ നിലയിൽ തന്നെയല്ലേ തുടരുക? തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ നേരത്തെ ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഈ മദ്രസാ പഠനത്തിൽ ഉൾപ്പെടെ തടസ്സപ്പെടുന്നതിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലപാട് പറയുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള ഒരു അഭിപ്രായമായി ഇങ്ങനെ വരുന്നത്. അത് പക്ഷേ പരസ്യമായി എവിടെയും പറഞ്ഞിട്ടുമില്ല. കാരണം ഒരു സമുദായ സംഘടനകളെ ഉൾപ്പെടെ പിണക്കുന്ന നിലപാടിലേക്ക് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ പോകാൻ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ അത്തരത്തിലൊരു നീക്കം നടത്തുന്നില്ല. കാരണം സമസ്തയും ഒക്കെയായി ഏറ്റവും അടുത്ത ബന്ധമാണ് സർക്കാർ തലത്തിലും. ഒപ്പം തന്നെ LDF-ഉം CPM ഒക്കെ കഴിഞ്ഞ കുറേ കാലമായി പുലർത്തി പോകുന്നത്. അതിലൊരു വിള്ളലുണ്ടാക്കാനുള്ള നീക്കത്തിലേക്ക് എന്തായാലും സർക്കാർ നിലവിൽ കടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഹൈക്കോടതി വിധി ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം നടപ്പിലാക്കേണ്ടത് വന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത്. സമയമാറ്റം പുനഃപരിശോധിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം എന്നുള്ള നിലപാടിലാണോ സർക്കാർ ഇപ്പോൾ നിൽക്കുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതുതന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പരാതി വരട്ടെ. സമസ്ത ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നത് മാത്രമാണ്. അത് മുഖ്യമന്ത്രിയോടും ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനോടും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിലൊരു പരാതിയായി വരട്ടെ. അങ്ങനെ ഒരു പരാതി വന്നാൽ സർക്കാരിന് ഒരു പരിശോധനയോ ചർച്ചയോ നടത്താനുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇത് ഹൈക്കോടതിയെ കൂടി ബോധ്യപ്പെടുത്താനും ഇങ്ങനെയൊരു അഭിപ്രായം ഉയർന്നു എന്ന കാര്യം വ്യക്തമാക്കാനും കഴിയും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ എന്തായാലും മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നുള്ളത് അപ്രായോഗികമാണ് എന്ന് തന്നെയാണ്. യെസ്, സ്കൂൾ സമയമാറ്റം നിലവിൽ വന്നിരിക്കുന്നു. സമയമാറ്റത്തിനെതിരെ രണ്ട് സമസ്ത സംഘടനകളും സർക്കാരിന് മുന്നിൽ അവരുടെ പരാതിയുമായി എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ നിലമ്പൂരിലേക്ക് പോവുകയാണ്. അവിടെ പോരാട്ടം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു.